ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ലോങ് പീരീഡായി നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് ഇന്ന് ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ദീപാവലി ഹോളിഡേ എന്ന് ഓൾറെഡി അറിയിച്ചത് കൊണ്ടായിരിക്കാം പലരും ഓൺലൈനിൽ ലൈവായിട്ട് വന്നില്ല. വന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 2-3 വീക്കിലായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള 3rd ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. 4th ലെസൺ ആണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. 4th ലെസൺ എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്. ഈ ലെസണിൻ്റെ പെക്യുലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ലൈഫിൽ ജസ്റ്റ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്താൽ പോലും നമുക്ക് ചില ഐഡിയകൾ നമുക്ക് കിട്ടാറില്ല. ലോക്സഭ, രാജ്യസഭ, ഇന്ത്യൻ പാർലമെൻറ്റ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഇങ്ങനെ കുറേ ടേമുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ടേമിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഈ ചാപ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് പേപ്പറിൽ കാണാറുണ്ട് ചില ബില്ലുകൾ പാസ്സാക്കി, ചില ബില്ലുകൾ റിജക്റ്റ് ചെയ്തു, ലോക്സഭ റിജക്റ്റ് ചെയ്തു, രാജ്യസഭ റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബില്ലിൽ രാഷ്ട്രപതി സൈൻ ചെയ്തു. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നമ്മൾ ന്യൂസ് പേപ്പർ വഴിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണിത്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്റ്റോൺസ് എന്നുള്ള ഏതൊക്കെയാണ്? മെയിനായിട്ട് 3 സ്റ്റോൺസാണ് ഗവൺമെൻറ്റുള്ളത്. 3 ആണിക്കല്ലുകളാണ് ഗവൺമെൻറ്റുള്ളത്. അത് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ആൻഡ് ഡീറ്റെയിൽ ഓഫ് ദീസ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ നമുക്ക് സ്ലൈഡ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു പിക്ചർ കാണാം. നിങ്ങൾ ടെക്സ്റ്റിലുള്ള പിക്ചർ തന്നെയാണിത്. 3 പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി നമ്മളെ കറൻസിയുടെ മുകളിലൊക്കെ നമ്മൾ കാണാറുള്ള ഇന്ത്യൻ പാർലമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ എന്താണത്? ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ എന്ന് പറയാറുള്ള സ്ഥാപനം. ദെൻ the third one, figure 3, the Supreme Court. അല്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ, ദെൻ സുപ്രീം കോർട്ട്. ഇനി എന്താണ് ഫിഗർ നമ്പർ 1? നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്യാമറൽ സ്റ്റേറ്റാണ് നമ്മളെ ഇന്ത്യ എന്നുള്ളത്. അഥവാ 2 സഭകളുണ്ട് അതിനകത്ത്, ലോക്സഭ ആൻഡ് രാജ്യസഭ. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. 2 സഭകൾ ചേരുന്നതാണ്. ഇവിടെയാണ് എന്തുണ്ടാകുന്നത്? ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, രാഷ്ട്രപതി ഭവൻ അല്ലേ? നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതി ഇപ്പോഴാരാ? രാംനാഥ് കോവിന്ദാണ്. അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് അതാണ്, ഔദ്യോഗിക വസതി അതാണ്, അവരുടെ ഓഫീസും അത് തന്നെയാണ്. ഇങ്ങനെയാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയാം. ദ തേർഡ് പിക്ചർ, ഫിഗർ നമ്പർ 3, ഇന്ത്യൻ സുപ്രീം കോർട്ട്. നോക്കൂ, നമ്മുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതന്നെ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദീസ് എബോവ് പിക്ചേഴ്സ്? ദി ഫസ്റ്റ് വൺ ഈസ് ദ പാർലമെൻറ്റ് ബിൽഡിംഗ് വിച്ച് ഈസ് റെപ്രസെൻറ്റ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ മീൻസ് മേക്ക് ലോ, ലോ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ പാർലമെൻറ്റ് സെഷൻ ആർ ഹെൽഡ്. ദി സെക്കൻഡ് represent the executive and official residence of the President of India. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the third Supreme Court complex which is represent the Indian judiciary. These are the 3 institutions are related 3 organs of the government, namely legislature, executive and judiciary. Legislature means making laws. Executive means the laws are implement, നിയമങ്ങൾ ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കുക. ആൻഡ് ജുഡീഷ്യറി
ജുഡീഷ്യറി മീൻസ് ഇൻ്റർപ്രറ്റ് ലോസ്, ലോയെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഈ നിയമങ്ങളെ വ്യാഖ്യാനിക്കുക. നമുക്ക് നോക്കാം ഡീറ്റെയിൽ. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ടെക്നിക്കൽ ടേം നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള 3 സ്റ്റോൺസ് ആണ് ഈ കാണുന്നത്. ദ ഫസ്റ്റ് വൺ ലെജിസ്ലേച്ചർ മേക്സ് ലോസ് നിർമ്മിക്കുന്നു, അഥവാ ഇന്ത്യൻ പാർലമെൻറ്റ്. ലെജിസ്ലേച്ചർ മീൻസ് ഇന്ത്യൻ പാർലമെൻറ്റ്. ആ ബിൽഡിംഗ് നമ്മൾ നേരത്തെ കണ്ടു. അതിനകത്താണ് ഇന്ത്യക്കുള്ള ലോസ്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? 2 മെയിൻ സഭകളാണുള്ളത്, രാജ്യസഭ ആൻഡ് ലോക്സഭ. ഓക്കെ, നമുക്ക് നോക്കാം. ദെൻ സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, ഇംപ്ലിമെൻ്റ് ലോസ്, നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അതിനുവേണ്ടി ഒരു സിമ്പിൾസ് ആയിട്ട് നമ്മൾ പിക്ചർ തന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. രാഷ്ട്രപതി ഭവൻ മാത്രമൊന്നല്ല ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള അഥവാ മേക്കിംഗ് ലോസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഔദ്യോഗിക നിയമമാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സൈൻ ചെയ്യണം. അതോടുകൂടി നിയമമായി. അവിടുന്ന് മുതലാണ് നിയമമായിട്ട് പ്രാബല്യത്തിലാവുന്നത്. പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരാണ്? നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, ദെൻ ഇന്ത്യയിലെ മുഴുവനായുള്ള ഗവൺമെൻറ് എംപ്ലോയീസിലൂടെ, ബ്യൂറോക്രസി എന്ന് നമ്മൾ പറയും, ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. ദെൻ ജുഡീഷ്യറി, നേരത്തെ നമ്മൾ പറഞ്ഞ നിയമം ഉണ്ടാക്കി, നിയമം നടപ്പിലാക്കി, അപ്പോഴും ചിലർക്ക് എന്ത് ചെയ്യില്ല, നിയമം അവർക്ക് അനുകൂലമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ കോടതികളാണ് അവർക്ക് അനുകൂലമായിട്ട് കൊടുക്കുന്നത്. ജുഡീഷ്യറി നേരത്തെ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയായ ഇന്ത്യയുടെ സുപ്രീം കോർട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പിക്ചറുകൾ തന്നെയാണുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റ് നമ്മൾ കണ്ടു. ഈ പാർലമെൻറ്റിനകത്താണ് എന്തുള്ളത്? ലോക്സഭയും രാജ്യസഭയും. ഇപ്പോൾ പാർലമെൻറ്റ് പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുതിയൊരു ബിൽഡിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമ്മൾ നേരത്തെ കണ്ടു, ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ. ദെൻ തേർഡ് വൺ ഇന്ത്യൻ സുപ്രീം കോർട്ട്. 3 organs of our government: legislature, executive and judiciary. Legislature നമ്മൾ നേരത്തെ പറഞ്ഞു. Legislature means ലോക്സഭ ആൻഡ് രാജ്യസഭ. എക്സിക്യൂട്ടീവ് നമ്മൾ നേരത്തെ കണ്ട്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇതാരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ്, അഥവാ ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് നമ്മൾ കാണുന്നത് രാജ്യസഭ ഹാളാണ് നമ്മൾ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ലോക്സഭ ഹാളാണ് നമ്മൾ ഈ കാണുന്നത്. ലെജിസ്ലേറ്റർ ഫങ്ഷൻസ് മേക്ക് ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലോക്സഭയും രാജ്യസഭയും ചെയ്യുന്ന എന്താണ്? മേക്കിംഗ് ലോസ്. പേഴ്സൺസ് ഇൻവോൾവ്, ആരെല്ലാമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. നേരത്തെ നമ്മൾ കണ്ട 3 മെയിൻ സ്റ്റോൺ ഉണ്ടല്ലോ, ആ സ്റ്റോണിലെ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ആരെല്ലാം ഇൻക്ലൂഡഡ് ആണ്? ഇന്ത്യൻ പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇതാരാണാവോ? വെങ്കയ്യ നായിഡു. ആരാണിത്? ഓക്കെ, നിങ്ങളൊന്ന് പറയണം. ദെൻ ഇതാരാ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ലേ? ഓക്കെ, എക്സിക്യൂട്ടീവ് നേരത്തെ നമ്മൾ പറഞ്ഞ മേക്ക് ചെയ്ത ലോയെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആരെല്ലാമാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥന്മാരും. ഇവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. ആരെല്ലാമാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ,
Council of Ministers and Bureaucracy. Okay. Then judiciary. ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആരൊക്കെയാണ് അത് നമുക്കറിയാം. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, മുനിസിപ്പൽ കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്. വ്യത്യസ്തമായ കോടതി സംവിധാനങ്ങളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ലോക്സഭ സ്പീക്കറാണ് ഓം ബിർള എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മെയിനായിട്ടുള്ള ആരെല്ലാമുണ്ട് നമുക്ക് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞത് എല്ലാം ഇവിടെ ഉണ്ടാവും. പ്രസിഡൻറ്റ്, ലോക്സഭ, രാജ്യസഭ. ആരാണ്? ലെജിസ്ലേച്ചർ ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി അവിടെ നേരത്തെ പ്രിൻറ്റ് ചെയ്യാൻ വിട്ടിരുന്നു, ഞാൻ വായിച്ചിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്യൂറോക്രസി. ദെൻ ജുഡീഷ്യറി നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം ഉണ്ട്. Then collect news and pictures relating the government of India and identify the organ which are related. അപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ ന്യൂസ് പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. ദെൻ ലെജിസ്ലേച്ചർ ഓഫ് ഇന്ത്യ. അത് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, ഓരോന്നിലെയും ഡീപ്പായിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് വാഗായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കിനെയും നമ്മൾ നോക്കുകയാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതിൽ ഫസ്റ്റ് വൺ legislature in India. The legislature in India is known as the parliament. It is consists of this president and the two houses, namely Rajya Sabha and Lok Sabha. The Rajya Sabha is known as the upper house and the Lok Sabha is known as the lower house. Since it has two houses, it is known as bicameral legislature. The legislature in India is known as the parliament. It consists of the president and the two houses, namely Rajya Sabha and Lok Sabha. അപ്പോൾ ഇന്ത്യ ഒരു എന്താണ്, ബൈക്യാമറൽ അഥവാ രണ്ട് സഭകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, മേക്കിംഗ് ലോസ്. ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദി അപ്പർ ഹൗസ്. ഇന്ത്യയിൽ അപ്പർ ഹൗസായിട്ട് ഉപരിസഭയായിട്ട് കണക്കാക്കുന്ന ഏതിനെയാണ്, രാജ്യസഭയാണ്. ആൻഡ് ദ ലോക്സഭ ഈസ് നോൺ ആസ് ലോവർ ഹൗസ്. സിൻസ് ഇറ്റ് ഹാസ് ടു ഹൗസസ് ഈസ് നോൺ ആസ് ബൈക്യാമറസ് ലെജിസ്ലേച്ചർ. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ത്യയുടെ രാജ്യസഭ എങ്ങനെയാണ്, എത്ര മെമ്പേഴ്സാണ് രാജ്യസഭയിലുള്ളത് നോക്കൂ. 238 elected members. രാജ്യസഭയിലുള്ളത് 238 elected members and 12 nominated members. നമുക്ക് നോക്കാം എന്താണ് 238 elected members means തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പർ ഹൗസാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ അപ്പർ ഹൗസിലേക്ക് 238 മെമ്പേഴ്സിനെ ഒരിക്കലും ഇന്ത്യയിലെ വോട്ടേഴ്സ് നേരിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്നതല്ല. പിന്നെ എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഉണ്ട് അല്ലേ, MLA-മാരുണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയും. നമ്മൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പിണറായിയുടെ കീഴിലുള്ള ഒരു മന്ത്രിസഭയുണ്ട്. അതിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള ആളുകളുണ്ട് അല്ലേ, കുറേ MLA-മാരുണ്ട്, 140-ലധികം MLA-മാരുണ്ട്. ഈ MLA-മാർ നമ്മുടെ കേരളത്തിൽ നിന്നും അതിൻ്റെ ജനങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ആരെ തിരഞ്ഞെടുത്ത് വിടും, രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് വിടും. ഇങ്ങനെയാണ് രാജ്യസഭയിലെ MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇവിടുത്തെ രാജ്യസഭ MP ആരാണെന്നറിയാം, നമ്മുടെ ഏറ്റവും അടുത്തുള്ള PV അബ്ദുൽ വഹാബാണുള്ളത്. ബാക്കി 12 നോമിനേറ്റഡ് മെമ്പർ. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ 238 elected members ഉണ്ടാവും. ദെൻ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. സ്പോർട്സ്, ആർട്സ്. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു രാജ്യസഭ MP ആണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പർമാരാണ് 12 മെമ്പേഴ്സ്. ദെൻ
നോൺ ആസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാനുള്ള കാരണം സ്റ്റേറ്റിൻ്റെ പ്രതിനിധികളാണ് എന്തുള്ളത് രാജ്യസഭയിലുള്ളത്. ദെൻ പെർമനൻ്റ് ഹൗസ്. ഇത് പെർമനൻ്റ് ഹൗസ് എന്ന് പറയാൻ സ്ഥിരം സഭയാണ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ 250 മെമ്പേഴ്സ് ടോട്ടൽ ഉണ്ട് നമ്മൾ കണ്ടല്ലോ. ഈ 250 മെമ്പേഴ്സിന് 6 ഇയേഴ്സാണ് അവരുടെ കാലാവധി. 6 വർഷമാണ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരുടെ കാലാവധി. പക്ഷേ 6 വർഷം കഴിയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പിരിഞ്ഞു പോന്ന് പുതിയ ഒരു രാജ്യസഭയിലേക്ക് 250 ആളുകളെ നമ്മൾ നോമിനേറ്റഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എലക്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഓരോ 2 ഇയേഴ്സ് കഴിയുമ്പോഴും, ഓരോ 2 വർഷം കഴിയുമ്പോഴും രാജ്യസഭയിൽ 1/3, ഇപ്പോൾ 250 ആകുമ്പോൾ അതിന് 1/3 ആകുമ്പോൾ ഏകദേശം 80 സംതിങ് ആളുകൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് പോരും. അതിന് പകരം 80 ആളുകളെ പുതുതായിട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യുകയോ എലക്ട് ചെയ്യുകയോ ചെയ്യും. അപ്പോഴും എന്തുണ്ടാവും, മുമ്പ് ഉണ്ടായിരുന്ന 160 എബോർഡ് ഉണ്ടാവും. മുഴുവൻ ആളുകളും ഒന്നിച്ച് പിരിഞ്ഞു പോരുന്നില്ല, ഒരു 1/3 പോർഷൻ പിരിഞ്ഞു പോരുകയും ഓരോ 2 ഇയേഴ്സിലും ബാക്കി അതിന് പകരം ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുഴുവൻ ആളുകളും ഒന്നിച്ച് പോരാതെ ഒരു 1/3 മാത്രം 2 ഇയേഴ്സിൽ പോരും. അപ്പോൾ എന്താണ്, അത് പെർമനൻ്റ് ഹൗസാണ്, സ്ഥിരം സഭയാണ്. ദെൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഓരോ സെക്ഷനും ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റ് പിക്ചറൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, ദ വൈസ് പ്രസിഡൻ്റ് ഓഫ് അവർ ഇന്ത്യ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ നമ്മൾ പറഞ്ഞു ബൈ ക്യാമറലാണ്, 2 സഭകളാണുള്ളത്. ദെൻ സെക്കൻഡ് വൺ, മെമ്പേഴ്സ് കൂടുതലുള്ള സഭ അഥവാ ജനങ്ങൾ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്യുന്ന സഭ എന്ന് പറയുന്നത് ലോക്സഭയാണ്. ലോക്സഭയിൽ 543 directly elected members, 2 nominated members, ടോട്ടൽ എത്രയായി 545. ഇപ്പം ജസ്റ്റ് നമുക്ക് നമ്മളെ ഇവിടെ നിന്നുള്ള ലോക്സഭ MP ആരാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൻഡിഡേറ്റൊക്കെ ആയിട്ട് വന്നൊരാളുണ്ടായിരുന്നു അല്ലേ, രാഹുൽ ഗാന്ധി. ഓക്കെ, നമ്മളവിടെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കേരളത്തെ 20 കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് നമ്മൾ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നമ്മൾ ഏരിയ വരുന്നത്, അതിന് തിരഞ്ഞെടുത്ത ആളാണ് രാഹുൽ ഗാന്ധി. ഇങ്ങനെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് 543 മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ നോൺ ആസ് ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, ജനങ്ങളുടെ പ്രതിനിധി സഭ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം എന്താണ്, ഇവിടുത്തെ മെമ്പേഴ്സിനെ ജനങ്ങൾ നേരിട്ടാണ് എലക്ട് ചെയ്യുന്നത്. എലക്റ്റഡ് ഫോർ ദി ടേം ഓഫ് 5 ഇയേഴ്സ്. ഇവിടെ പെർമനൻ്റ് ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ്, ദി ടേം ഓഫ് 5 ഇയേഴ്സിനാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്. പ്രിസൈഡഡ് ഓവർ ബൈ ദി സ്പീക്കർ. സ്പീക്കറാണ് ഇതിൻ്റെ അധ്യക്ഷത പറയുന്നത്. ഓം ബിർളയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, ലോക്സഭ സ്പീക്കർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ബട്ട് ഹീ ഈസ് ദ കൺസിഡേർഡ് ആസ് എ integral part of the parliament. This is mainly because of the fact that President of India perform a legislative functions like summoning and sessions of the parliament, addressing the joint sitting and approving the bill passed by the parliament. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറഞ്ഞത്. The fact that President of India performs legislative functions like summoning the session of the parliament, then addressing the joint sitting, അതായത് ലോക്സഭയും രാജ്യസഭയുടെ ഒന്നിച്ച് മീറ്റിംഗ് വയ്ക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന അദ്ദേഹമായിരിക്കും. ആൻഡ് അപ്രൂവ് ഇൻ ദ ബിൽ പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ്. അത് ഏത് നിയമം നമ്മൾ ലോക്സഭയും രാജ്യസഭയും പാസ്സായി കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇതാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ലോക്സഭയെ അഭിസംബോധന ചെയ്യുന്നത്, അത് ജോയിൻറ്റ് സിറ്റിങ്ങിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, അപ്രൂവ് ചെയ്യുന്നതെല്ലാം ആരാണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ആ സ്ലൈഡിലേക്കൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ലോക്സഭ ഇവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ലോക്സഭ, രാജ്യസഭ. എലക്റ്റഡ് മെമ്പേഴ്സാണ് ലോക്സഭയിലേക്ക്, രാജ്യസഭയിലേക്കുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സ് 2 ഉം 12 ഉം.
നോൺ ആസ് ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. ലോവർ ഹൗസ് ഇസ് അപ്പർ ഹൗസ്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ടേബിളായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഓക്കെ, ഒന്നിനെ അഡ്രസ്സ് ചെയ്യുന്നത് സ്പീക്കറാണ്, മറ്റൊന്ന് വൈസ് പ്രസിഡൻ്റാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ടേബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ by the name is Indian legislature known as Parliament. Why India's legislature known as bicameral legislature? എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്? ഇന്ത്യാസ് ലെജിസ്ലേച്ചർ ഹാസ് 2 houses, രാജ്യസഭ ആൻഡ് ലോക്സഭ, നോൺ ആസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടതാണ്. ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദി അപ്പർ ഹൗസ് ആൻഡ് ദ ലോക്സഭ ഈസ് നോൺ ആസ് ലോവർ ഹൗസ്. ഇനി എക്സ്പ്ലനേഷൻ വേണ്ട വിചാരിക്കുന്നു. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആൻഡ് യൂണികാമറൽ ലെജിസ്ലേച്ചർ. Legislature consists of 2 houses is known as bicameral legislature. India ഒരു bicameral legislature ആണ്. Legislature consists 1 house is known as unicameral legislature. അതിന് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എക്സാമ്പിൾ ആണ് റഷ്യ, USA, നേപ്പാൾ, ജർമ്മനി, ഓസ്ട്രേലിയ. ദെൻ യൂണികാമറൽ ടർക്കി അഥവാ തുർക്കി, ഡെൻമാർക്ക്, ബൾഗേറിയ, ഹംഗറി, സ്വീഡൻ. അവിടേക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നമുക്ക് ലോക്സഭ മാത്രമേ ഉള്ള പോലെ, അത് മാത്രമേ ഉള്ളവർക്ക് രാജ്യസഭ പോലെ ഇല്ല. What is the name of law-making body in India? Next question is answer is Parliament. What is the name of law? Okay, അത് നമ്മൾ എടുത്തിട്ടില്ല. ഇത് ഓം ബിർളയാണ്. ഓം ബിർള നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭയെ കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. ജുഡീഷ്യറി നമ്മൾ നേരത്തെ കണ്ടു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. NV രാമണ്ണ, ഇന്ത്യൻ സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസാണ് ഇദ്ദേഹം കേട്ടോ. ഇത് നമുക്കറിയാലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്ററാണ്, ലോക്സഭാ അംഗമാണ്. ലോക്സഭയിൽ നിന്നാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വെങ്കയ്യ നായിഡു ആണുള്ളത്, ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇതൊക്കെ നമ്മൾ കണ്ടു. നമുക്കൊരു ഐഡിയ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ ചാപ്റ്ററിൻ്റെ ഇന്നെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി നമുക്ക് ലൈവിലോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിക്ടേഴ്സിൻ്റെ ലിങ്ക് തരാം. ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട നോട്ട്ബുക്കിലുള്ള ആക്ടിവിറ്റീസ് ഞാൻ തന്നിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.